സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അടിയന്തര പ്രമേയമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. റോജി എം ജോൺ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും. സംസ്ഥാന സർക്കാർ ഡൽഹിയിലെ കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്ന പശ്ചാത്തലത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി കൊടുത്തേക്കും. എം ജി പ്രതീഷ് വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ, എന്തൊക്കെയാണ് നീക്കങ്ങൾ? SKN കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഒരു ധനപ്രതിസന്ധി കൂടി നിയമസഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് റോജി എം ജോൺ ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. പ്രധാനമായും സർക്കാരിനെതിരെ ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അടക്കം പ്രതിപക്ഷം ഉന്നയിക്കും. പ്രധാനമായും ഈ ക്ഷേമ പദ്ധതികൾ അടക്കം താളം തെറ്റിയ നിലയിലാണ് സംസ്ഥാനത്ത് ഉള്ളത്. സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തുമാണ് സംസ്ഥാനത്ത് ഈ ധനപ്രതിസന്ധിക്ക് കാരണമെന്ന വാദമായിരിക്കും പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തുക. അതേസമയം കേന്ദ്ര നയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര നയങ്ങളുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ അടക്കം നിരത്തിയായിരിക്കും ഇതിനെ സർക്കാർ പ്രതിരോധിക്കുന്നത്. കേന്ദ്രം സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുന്നു എന്നതാണ് പ്രധാനമായും ഇപ്പോഴും സർക്കാർ ഉന്നയിക്കുന്ന ഒരു വാദങ്ങൾ. മാത്രമല്ല, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതടക്കമുള്ള കേന്ദ്ര നടപടികൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എന്നതാണ് പ്രധാനമായും സർക്കാർ ഇന്ന് നിയമസഭയിൽ വാദിക്കുക. മാത്രമല്ല, ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധ സമരം നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകുമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനം വരാനുണ്ട്. അനുമതി നൽകിയാൽ ഈ സഭാ സമ്മേളനത്തിൽ ആദ്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയായിരിക്കും ഈ സാമ്പത്തിക പ്രതിസന്ധി. ഇക്കാര്യത്തിൽ സർക്കാരിന്റെയും നിലപാട് നിർണായകമാകും. കാരണം അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. ഈ നന്ദിപ്രമേയ ചർച്ച അടക്കം പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ബഹിഷ്കരിച്ചിരുന്നു. അത്തരത്തിൽ ചർച്ച നടന്നാൽ ഈ നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷമടക്കം പങ്കെടുക്കും. എന്തായാലും കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായുള്ള ഒരു ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളായിരിക്കും ഇന്ന് സഭയിൽ നടക്കുന്നത്. പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളെ സർക്കാർ ഏത് രീതിയിൽ നേരിടുമെന്നതും പ്രധാനമാണ്. താങ്ക് യു, എം ജി പ്രതീഷ്.